ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ കംപ്ലൈന്റ് i10 കേട്ടോ, Hyundai i10 ആണ്. അപ്പൊ കസ്റ്റമറെ കംപ്ലൈന്റ് എന്താ വെച്ച് കഴിഞ്ഞാല്, കസ്റ്റമർ വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കംപ്ലൈന്റ് ആയിട്ട് വന്നല്ല, വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ വൈപ്പർ ഉണ്ടല്ലോ, ഇത് 1.2 സ്പീഡ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ രണ്ടാമത്തെ സ്പീഡില്, ലാസ്റ്റ് സ്പീഡില് വൈപ്പ് വർക്കാവണില്ല. ബാക്കി ഇതിലൊക്കെ വർക്കാവുന്നുണ്ട്, ഒന്നില് വർക്കാവുന്നുണ്ട്, വെള്ളം വരുന്നുണ്ട്. രണ്ടാം സ്പീഡ് വർക്കാവണില്ല. അതാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പൊ കമ്പനി കാണിച്ച സമയത്ത് കസ്റ്റമർ പറഞ്ഞു ഇത് മാറണം, ഈ കോമ്പിനേഷന്റെ ഈ സ്വിച്ച് മാറണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അതിന് പിന്നെ വരാൻ പറഞ്ഞിട്ട് പോകുന്നതാണ്. ജസ്റ്റ് ഇപ്പൊ ഇന്നലെ വാഷ് ചെയ്യാൻ വന്നപ്പോൾ ജസ്റ്റ് എന്നോട് പറഞ്ഞു ഇങ്ങനെ വർക്കാവണില്ല. അപ്പൊ ഞാനും ഇങ്ങനെ ഇട്ട് നോക്കിയ സമയത്ത് വർക്കാവണല്ലോ കേട്ടോ. വെറുതെ ഒന്നും കൂടി മാറ്റി ഇട്ട് നോക്കി, വെറുതെ ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആക്കിയ സമയത്ത് ജസ്റ്റ് പെട്ടെന്ന് വർക്കായിട്ടോ. പെട്ടെന്ന് വർക്കായി. അപ്പൊ കോമ്പിനേഷൻ സ്വിച്ചിന്റെ കംപ്ലൈന്റ് ആണോ വെച്ച് കഴിഞ്ഞാല് ആണ്. ബോർഡിന് വല്ല കംപ്ലൈന്റ് ഉണ്ട്, ഇലക്ട്രിക് കോണ്ടാക്ട് ഇട്ടാൻ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ കസ്റ്റമർ പറഞ്ഞു എന്തായാലും മാറ്റാൻ തീരുമാനിച്ചല്ലേ, അപ്പൊ മാറ്റുന്നതിന്റെ മുന്നേ ജസ്റ്റ് ഞാൻ അത് അയച്ചു നോക്കിയിട്ട് അത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. റിപ്പയർ ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ കേട്ടോ പറഞ്ഞു. അപ്പൊ കസ്റ്റമർ ഓക്കെ എന്നാ അയച്ചു നോക്ക് പറഞ്ഞു. അങ്ങനെ അയച്ചു നോക്കിയപ്പോ കണ്ട ഇതാണ്. ഞാൻ വീടിന്റെ സൈഡിലേക്ക് കേട്ടോ, ഇതിനകത്ത് നല്ല അഴുക്കായിരുന്നു കേട്ടോ. നല്ല പൊടിയും കാര്യങ്ങളും കയറിയിട്ട് അഴുക്കായിരുന്നു. പിന്നെ ആ ഒരു അതിനകത്തെല്ലാം ഇലക്ട്രിക്കിലേക്ക് കോണ്ടാക്ട് ഉണ്ടല്ലോ, അവിടെ അഴുക്ക് കയറി അത് കിട്ടണില്ല. പിന്നെ ഈ ഒരു സാധനം ഇങ്ങനെ ഫുള്ളായിട്ട് ആവണില്ല. അപ്പൊ ആ ബോളിന്റെ ഇടയിലൊക്കെ അഴുക്ക് കയറിയോണ്ടാണ് അത്രയും അത് വർക്കാവാത്തത്. അപ്പൊ അത് അഴിച്ച് ക്ലീൻ ചെയ്ത് പുതിയ ഗ്രീസൊക്കെ ഇട്ട് സെറ്റാക്കി നോക്കിയപ്പോൾ വർക്കായിട്ടോ. അപ്പൊ ഇനി ഇത് മാറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് ഇതൊക്കെ മാറാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എന്താണ് കംപ്ലൈന്റ് ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കിയാൽ പറയാൻ പറ്റില്ല. അത് അങ്ങനെ പൊടി കയറി അങ്ങനെ ഇലക്ട്രിക് കോണ്ടാക്ട് കിട്ടാത്ത അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ക്ലാവ് പിടിച്ചു കഴിഞ്ഞാലൊക്കെ അത് വർക്കാവാതെ വരും. അപ്പൊ ജസ്റ്റ് പുതിയ മാറുന്നതിന് മുന്നേ അയച്ചു നോക്കി കഴിഞ്ഞാൽ അത് റെഡിയാക്കാൻ പറ്റുകയാണെങ്കിൽ റെഡിയാക്കല്ലോ. പിന്നെ പുതിയ മാറേണ്ട ആവശ്യമില്ല, അത്രയും എമൗണ്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളെ വണ്ടി കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ തന്നെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ബാക്കിയുള്ളവർക്കും കൂടി.